കൃപാസന പത്രം കിട്ടാത്തവർക്കും വായിക്കാൻ സമയമില്ലാത്തവർക്കും വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഓഗസ്റ്റ് മാസത്തിലെ കൃപാസന പത്രമാണിത്. ഇതൊരു ശുശ്രൂഷയായി കണ്ട് താല്പര്യമുള്ളവർക്ക് ഇതിൽ പങ്കെടുക്കാം. കൃപാസനത്തിൽ 2018 ഉടമ്പടിയെടുത്ത് ഞാൻ ഉടമ്പടിയിൽ വെച്ച എല്ലാ നിയോഗങ്ങളും യാതൊരു തടസ്സവും കൂടാതെ അമ്മ എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട്. അന്നു മുതൽ ഇന്ന് വരെ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാ കാര്യങ്ങളിലും മാതാവ് കൃത്യമായി ഇടപെട്ട് ഞങ്ങൾക്കായി എല്ലാം സാധിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്തു നിന്ന് സുനിതാ ബാബുവിൻ്റെ സാക്ഷ്യമാണിത്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 18 വർഷമായിട്ടും മക്കളില്ലായിരുന്നു. എനിക്ക് PCODയും തൈറോയിഡും കൂടുതലായിരുന്നു. 17 വർഷമായിട്ട് എനിക്ക് പീരിയഡ്സ് ഇല്ലായിരുന്നു. മരുന്നുകൾ ഒന്നും ഫലിച്ചില്ല. എൻ്റെ ഒരു സുഹൃത്ത് കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത ശേഷം എനിക്ക് കൃപാസന പത്രം കൊണ്ടുവന്ന് തന്നു. ഞാനതിലെ സാക്ഷ്യങ്ങൾ വിശ്വാസത്തോടെ വായിച്ച് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ പ്രഗ്നൻ്റായി. ഡോക്ടറെ കണ്ടപ്പോൾ കുഞ്ഞിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. കുഞ്ഞിന് പ്രഷർ കൂടുതലായിരുന്നതിനാൽ 7-ാം മാസത്തിൽ പ്രസവിക്കേണ്ടി വന്നു. പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്താൽ കുഞ്ഞ് സുഖമായിരിക്കുന്നു. കുഞ്ഞിന് കൃപാസന എന്ന് പേരിട്ടു. അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി.